അച്ചോ, ഞാൻ ഈ പറയുന്നുണ്ടല്ലോ അത് ഫലിക്കും. രണ്ടെണ്ണം കൂടിയേ അമ്പരാടം പീലിപ്പോസിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ആട്ടി ഓടിക്കും അവര്. അത് വേണം. ആ, തിന്മ തോൽക്കുക തന്നെ വേണം. ഒരൽപ്പം വൈകിയാലും തിന്മയ്ക്ക് മേൽ നന്മ ജയിക്കുന്ന കാലം വരും. അതിന്റെ ഒരു കുഴൽവിളി ഒച്ച അങ്ങകലെ കേൾക്കുന്നുണ്ട്. സോളമാ, സോളമാ, ലൂക്കാച്ചാ, ലൂക്കാച്ചാ, എൽസേ, എന്താ പച്ചാ? ടെസേ, തക്കുടു മോളെ. മോളെ വന്നേ, എന്തോ പ്രശ്നമുണ്ട്. വല്യപ്പച്ചൻ എല്ലാരും വിളിക്കുന്നു. അപ്പച്ചൻ കാര്യം പറ. എല്ലാരും പറട്ടാ, ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കാം. എന്നതാ വല്യപ്പച്ച? അമ്പടി കാന്താരി, നീയും ചോദ്യം ചെയ്തു തുടങ്ങിയോ വല്യപ്പച്ചനെ? അമ്മച്ചി പറഞ്ഞു ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. അതാ. കുഴപ്പോ? എന്തു കുഴപ്പം? കുഴപ്പങ്ങളെല്ലാം തീർന്നില്ലേ? ആ സന്തോഷം അറിയിക്കാനാ എല്ലാരും വിളിച്ചു കൂട്ടിയത്. നീ എന്താടാ സോളമ ഇങ്ങനായി പോയത്? എന്നതാ പച്ച കാര്യം? പഞ്ചപാവം, അതാ പ്രശ്നം. എടാ മോനെ, ഈ ഭൂമിയിൽ മാന്യമായി ജീവിച്ച് മണ്ണോട് ചേരണമെങ്കിൽ നീ പോരാ. കൊച്ചനെ, പണം വേണം, സ്വത്ത് വേണം, സമ്പാദ്യം വേണം. അതില്ലാത്തവന് പുല്ലുവിലയാ. സ്വന്തം ഭാര്യ പോലും പല പല കാരണങ്ങൾ പറഞ്ഞും ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കിയും കൈയൊഴിയും. നിന്റെ മൂത്ത മരുമോളാ. ഉള്ളിൽ നിറയെ ഇപ്പൊ സങ്കടമാ കുഞ്ഞില്ലാത്തതിന്റെ. നീ വിഷമിക്കണ്ടടി, എല്ലാം ശരിയാകും. പണ്ട് അമ്പനാടൻ പീലിപ്പോസ് കാണിച്ചു കൂട്ടിയ ക്രൂരതകൾക്കുള്ള ശിക്ഷയാ എന്റെ മൂത്ത മോനും മരുമോളും അനുഭവിക്കുന്നത്. അപ്പച്ചനെന്തിനു വേണ്ടാതൊക്കെ പറയുന്നേ? നീ ആയതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നിന്റെ സ്ഥാനത്ത് ഇവനാണെ പറഞ്ഞേനെ. ഇല്ലടാ ലൂക്ക? ഒളിഞ്ഞും തെളിഞ്ഞും കുത്തിനോവിക്കാനാണ് എല്ലാരും വിളിച്ചു വരുത്തിയത്. വേണങ്ങളില്ലേടാ ലൂക്ക, അപ്പച്ചൻ വെറുതെ പറഞ്ഞല്ലേ. നീ ജീവിക്കാൻ അറിയാവുന്നവനാ. ആര് ചത്തിട്ടായാലും എന്റെ വയറ് നിറയണം. അല്ല, ഇന്നത്തെ കാലത്ത് അതാടാ മക്കളെ വേണ്ടത്. നിനക്ക് പിന്നെ എല്ലാം കണക്കാ. സ്വന്തമായിട്ട് ഒരു ഇഷ്ടവും ഇല്ല. വന്നത് വന്നു, ഇനി എങ്ങനെയാലും അങ്ങ് ജീവിച്ചു പോണം, അത്രേ ഉള്ളൂ. വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് പറ, വല്ല പ്രയോജനമുള്ളതാണെന്ന് അറിയട്ടെ. പ്രയോജനമുണ്ടടാ, പ്രയോജനമുണ്ട്. അതായത് എന്റെ ജീവിതത്തിൽ ഒരു മണ്ടത്തരം പറ്റിപ്പോയി. വയസ്സാങ്കാലത്ത് ഒരു ആഗ്രഹം, സാറയുടെ മോൾ ഏഞ്ചലിനെ ഒന്ന് കാണണോ. വെറും കാണലല്ല, അവസാന ശ്വാസം വലിക്കാൻ നേരം ആ കൊച്ചുമോളുടെ കയ്യിൽ നിന്ന് അന്ത്യനീര് കുടിക്കണമെന്ന്. ഏഞ്ചലിനെ കൊണ്ടുവരണമെന്ന ആ മോഹം ഞാൻ ഇവിടെ വെച്ച് ഇപ്പോ അങ്ങ് ഉപേക്ഷിക്കുക. എന്താ ആരും ഒന്നും മിണ്ടാത്ത? അത് നീ മിണ്ടണ്ട. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ബാക്കി പറയാം. ഏഞ്ചൽ എന്നൊരു പിഞ്ചു കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് എന്തിനാണ് ഇത്ര എതിർപ്പെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒറ്റ ഉത്തരവേ കിട്ടിയുള്ളൂ.
ഞാൻ ചെയ്ത ആവശ്യമില്ലാത്തൊരു പണി. സമ്പാദിച്ചു കൂട്ടിയ കോടികളുടെ സ്വത്തുവകകൾ അത് ഞാൻ വീതം വെച്ച രീതി സുഖിച്ചില്ല പലർക്കും. ആകെ സ്വത്തിന്റെ നേർപാതി ഏഞ്ചൽ മോൾക്ക് എന്ന എന്റെ തീരുമാനം അസ്വാരസ്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഏഞ്ചൽ ഇവിടേക്ക് വരുന്നില്ല എന്നതിനൊപ്പം എന്റെ ആ വിൽപത്രവും ഞാൻ തിരുത്തുക. ഇതാണ് ആ പഴയ വിൽപത്രം. ഇതിന് വേണ്ട. അപ്പോ അതങ്ങനായി. ഇത് ഞാനിപ്പോ വലിച്ചു കയറി കളഞ്ഞത് എന്തിനാണെന്ന് അറിയാവോ? ആയ കാലത്ത് ആവത് കാണിച്ചുണ്ടാക്കുന്ന സ്വത്തും പണവും ഒക്കെ വെറും പാഴ്വസ്തുക്കളാണെന്ന് തിരിച്ചറിവുള്ളതുകൊണ്ട്. ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീതിച്ചെടുക്കാം, എനിക്കൊന്നും വേണ്ട. അതെന്താണെന്ന് വെച്ചാ ഞാനിനി ഈ വീട്ടിലില്ലാത്തതുകൊണ്ട്. അപ്പച്ചൻ എന്താ ഈ പറയുന്നേ? എന്റെ സാറമോളുടെ മോൾക്ക് പ്രവേശിക്കാൻ പോലും അവകാശമില്ലാത്ത ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവാണെന്ന്. അപ്പച്ച വേണ്ടാത്തോ പറയല്ലേ. തൊട്ടുപോകരുത് തന്നെ. ഒരാളും തുടണ്ട. അവസാനിച്ചു എല്ലാ ബന്ധങ്ങളും. പക്ഷെ വീണ് കണ്ണടയും മുമ്പ് ഞാൻ എന്റെ ആഗ്രഹം സാധിക്കും. എന്റെ ഏഞ്ചൽ മോളെ ഞാൻ കാണും. പോവുക ഞാൻ അങ്ങോട്ട്, ജോൺസന്റെ വീട്ടിലേക്ക്. എങ്കിൽ ഞാനും കൂടെ വരാം. എന്തിന്? പെരുവഴിയിൽ നീ തനിച്ചായി പോവും. ഇനി അമ്പനാട്ട് വീട്ടിലേക്ക് ഒരു തിരിച്ചുവരവില്ല ഈ പീലിപ്പോസിന്. പോവുക ഞാൻ അങ്ങോട്ട്, ജോൺസന്റെ വീട്ടിലേക്ക്. എങ്കിൽ ഞാനും കൂടെ വരാം. എന്തിന്? പെരുവഴിയിൽ നീ തനിച്ചായി പോവും. ഇനി അമ്പനാട്ട് വീട്ടിലേക്ക് ഒരു തിരിച്ചുവരവില്ല ഈ പീലിപ്പോസിന്. അമ്പനാടൻ പീലിപ്പോസ് മരിച്ചു. ഇനിയുള്ളത് വെറും പീലിപ്പോസാ. അതും ഇന്ന് തീരും. ഏഞ്ചൽ എന്ന് എന്റെ സ്വപ്നത്തിനെ ഒന്ന് കണ്ടാൽ ആ നിമിഷം വീണ് കണ്ണടയ്ക്കും. നീ യാത്ര പറയുന്നില്ല, ഇറങ്ങുക. എല്ലാ സ്വത്തും നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. പോട്ടെ. വല്യപ്പച്ച, എന്റെ തക്കിടുമോള് കരയരുത്. വല്യപ്പച്ചൻ പോട്ടെ. അപ്പച്ച തനിച്ചു പോകരുത്. തൊട്ടുപോകരുതെന്ന് പറഞ്ഞില്ലേടാ? നീ എന്നല്ല ഒരു തുണ എനിക്കിന് വേണ്ട. ആരും വരരുത് പുറകെ. ഈ വീടിന്റെ ഗേറ്റ് കടന്ന് പുറത്ത് ചെന്നിട്ട് ആ നടു റോഡിൽ വീണ് മരിച്ചാലും പുണ്യമൊന്ന് കരുതും ഞാൻ. എന്റെ മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ചാകേണ്ടി വന്നില്ലല്ലോ എന്ന് അവസാന നിമിഷം ആശ്വസിക്കും. പോവുക. വേണ്ട. വിടറാം. ഒട്ടുപോരുതല്ലേ. അപ്പച്ച നിക്ക്. ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. വരരുത്, വരരുതെന്ന് പറഞ്ഞാൽ വരരുത്. ഇനി തടഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ കർത്താവേ, ഇതിപ്പോ വീഴുമല്ലോ.
എടി ഇതായിരിക്കും വല്യപ്പച്ചൻ. ചെന്ന് പിടിക്കടി. വല്യപ്പച്ച, വല്യപ്പച്ച, ഇത് ഞാനാ, ഏഞ്ചല്. ഞാൻ ഏഞ്ചലാ വല്യപ്പച്ച. വല്യപ്പച്ചനെ കാണാൻ ഏഞ്ചല് മോള് വന്നു. കർത്താവേ, തീർന്നോ? അയ്യോ വല്യപ്പച്ച, അയ്യോ അയ്യോ അപ്പച്ച, വല്യപ്പച്ച, അപ്പച്ച. ഏഞ്ചൽ മോളെ വല്യപ്പച്ചന്റെ മടിയിലേക്ക് കിടത്തിക്കോ. വല്യപ്പച്ച, വല്യപ്പച്ച, അയ്യോ വല്യപ്പച്ച. ആവശ്യമില്ലാത്തവരൊന്ന് ഒപ്പിച്ചു വെച്ചിട്ട് എന്തായാലും ആഗ്രഹം നടന്നല്ലോ. ഏഞ്ചൽ മോളുടെ മടി കിടന്ന് അന്ത്യശാസനം വലിക്കണമെന്ന്. വല്യപ്പച്ച, വല്യപ്പച്ച, വല്യപ്പച്ച. ഇച്ചായ, ഇതാണോ ഏഞ്ചൽ മോള്? അതെ, ഇത്രയും നേരം പിന്നെ പറഞ്ഞത് എന്തോന്നാ? കൊച്ചു പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അവസാനം ഒരു തുള്ളി വെള്ളം ഏഞ്ചൽ മോളുടെ കൈകൊണ്ട് തന്നെ കൊടുക്കട്ടെ. വല്യപ്പച്ച, വല്യപ്പച്ച. ആരെങ്കിലും പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. അയ്യോ, ഒന്ന് പിടിച്ചേ, നമുക്ക് അകത്ത് കൊണ്ടുപോയി കിടത്താം. വേണ്ട 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 വേണ്ട. വല്യപ്പച്ച, അയ്യോ ഏഞ്ചൽ, നീ പിടിക്കേ പിടിക്കേ. അപ്പച്ച, സൂക്ഷിച്ചു. പിടിച്ചോണ്ട് പോ. വേഗം നടക്കും. അടിപൊളി. ആ വല്യപ്പച്ചന്റെ കാര്യത്തിലെ ഒരു തീരുമാനമായി. എന്നെ ഐശ്വര്യ ഐസയ്ക്ക് ചെന്നൊന്ന് തൊട്ടില്ല, അതിനു മുമ്പേ വല്യപ്പച്ചന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ആ കുടുംബത്തിന് ഇതിലും കൂടുതൽ എന്തോ വരാനിരിക്കുവാണെന്ന് കരുതിയാ മതി. ആ ഇസയുടെ ലൂക്കയുടെ മനസ്സ് പോലെ തന്നെ ദൈവം കയറി ചെല്ലേണ്ടതിന് പകരം സാത്താൻ ചെന്ന് കയറി അനുഭവിക്കണവര്. എടപ്പയിലേ, ആ ഞാനേ ഒരു സംശയം ചോദിച്ചോട്ടെ? അച്ഛനും സംശയോ? ചോദിച്ചു, എന്ത് വേണേലും ചോദിച്ചു. അതായത് നിന്റെ അഭിപ്രായത്തില് ഇസയ്ക്ക് അമ്പനാടൻ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണോ പറ്റില്ല എന്നാണോ? ആണ്ട കിടക്കുന്നു. ഇപ്പൊ സംശയം എന്നോടായോ? അതല്ല, നിന്റെ ഉള്ള ബുദ്ധി വെച്ച് പറ, പ്രയോഗിക്കേ. അല്ല, എന്റെ ഉള്ള ബുദ്ധി വെച്ച് ആലോചിക്കുമ്പോഴേ ഇസ സൈനടാ, മറ്റത്തൊക്കെ കുഞ്ഞു കുഞ്ഞു വശങ്ങള്. അങ്ങനെ നോക്കിയാ അമ്പനാട് വീട് പൊളിച്ചടിക്കിയിട്ടേ അവള് പോകൂ. പക്ഷെ മൊത്തത്തിൽ ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതെന്നാണ് അച്ചോ? ഒന്നാമത്തെ പ്രശ്നം ഇസ എന്ന പേരാണ്. ആ പേര് ഏഞ്ചലിന് പകരമായി ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇമ്മിണി പാടുപെടും. അല്ല, അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തേ, ആ കിടന്ന കിടപ്പിലെങ്ങാനും വല്യപ്പച്ചൻ തീർന്നാലേ അതോടെ ഇസയുടെ അഭിനയവും തീരും. സോളമൻ അവളെ തൂക്കിയെടുത്ത് വെളിയിലോട്ട് കളയും. ഏയ്, ആ അപ്പച്ചൻ മരിച്ചിട്ട് അവിടെ എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. അല്ലച്ചോ, എനിക്ക് ഇപ്പൊ ഒരു ബുദ്ധി തോന്നുന്നു. നിനക്കോ? ഞാൻ ഒന്ന് പറയട്ടെ. പറ. ഒരു ദിവസം മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. ആരുടെ മുന്നില്? ജോൺസന്റെ മുന്നിലാണെന്ന് വെച്ചോ. പ്രത്യക്ഷപ്പെട്ട് മാതാവ് പറയുകയാണ്, ഏടാ മോനെ ജോൺസാ, നീ ആ ഏഞ്ചലിനെ കൊണ്ടുചെന്ന് അമ്പനാടൻ പീലിപ്പോസിന് കൊടുക്ക്. മാതാവ് പറഞ്ഞാ പിന്നെ അപ്പീലില്ല. ജോൺസിനെ കൊണ്ടുപോയി കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല. എങ്കിലേ ഇത് പൊളിക്കും. എല്ലാവേ ഒന്ന് കലങ്ങി തെളിയും. ഏഞ്ചലാണെന്ന് പറഞ്ഞ് ഇസ അമ്പനാടന്റെ വീട്ടിൽ ചെന്ന് നിന്ന് വിലസിക്കൊണ്ടിരിക്കുകയല്ലേ. ആ സമയത്ത് നമ്മുടെ സ്വന്തം മാലാക്കുട്ടിയെ കൊണ്ടു ചെന്ന് ജോൺസൺ ഏഞ്ചൽ വീട്ടിലേക്ക് ചെന്ന് കയറുന്നു. അച്ചോ, ഇതോർത്തേ ഞാനിന്ന് ഉറങ്ങിയല്ല. നീ എന്തിനാ ടെൻഷനാകുന്നു? എന്റെ അച്ചോ, ടെൻഷൻ അല്ല, ഓർക്കുമ്പോഴേ എനിക്ക് ചിരി വരുവാന്നേ. ആ ഈസയുടെ വളിച്ച മുഖവേ, അതൊന്ന് അച്ഛൻ ഓർത്തു നോക്കിക്കേ. നീ പറഞ്ഞതില് ഒരു സാധ്യതക്കുറവ് ഇല്ലാതില്ല. അല്ല എന്ന് വെച്ചാ തൽക്കാലം ഇസ അവിടെ ഏഞ്ചലായി രംഗം കൊഴിപ്പിക്കും. മാതാവ് തീരുമാനിച്ചാൽ
ഏഞ്ചലും ഉടനെ തന്നെ അമ്പനാടൻ വീട്ടിലെത്തും. എന്റെ മാതാവേ, എത്രയും വേഗം അതൊന്നും പ്രഷർ അല്പം കൂടിയിട്ടുണ്ട്. അവിടെ അത്രയും നെർവസ് ആയി സംസാരിച്ചേന്റെ. നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലോ? പിന്നെ ആശുപത്രി കൊണ്ടുപോകണം. ആംബുലൻസ് വിളിക്ക്. ഇപ്പൊ വേണ്ട, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏതായാലും ഡോക്ടറെ ഒന്ന് വിളിച്ച് കൺസൾട്ട് ചെയ്യാം. അതെ ഇച്ചായ, ഇത്രയും വയ്യാത്ത അവസ്ഥയില് ഇവിടെ ഇട്ടോണ്ടിരിക്കണോ? അതല്ലേ ഞാനും പറയുന്നത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാന്ന്. ഏഞ്ചൽ മോളെ കൂട്ടിരുന്നോളും അല്ലേ മോളെ? മോളെ ചെന്നേ. ദേ വല്യപ്പച്ചനെ ഇങ്ങനെ ഇങ്ങനെ തടവിക്കൊടുക്ക ഏഞ്ചൽ മോളെ. പാവം മോള് അല്ലേ? അതെ, ഇങ്ങോട്ട് വന്നേ. എന്നെയാണോ? അതെ. മോളെ ഇപ്പൊ വരാവേ. വല്യപ്പച്ചനെ നോക്കിക്കോണേ ഏഞ്ചൽ മോളെ. വന്നാട്ടെ. പാവം വല്യപ്പച്ചൻ. അപ്പച്ചൻ എന്നെ കാണാൻ പറ്റിയില്ലോ. എനിക്കും വല്യപ്പച്ചനെ കാണാൻ വലിയ കൊതിയായിരുന്നു. എന്താ പേരെന്നതാന്നാ പറഞ്ഞേ? മോളുടെ പേരെന്നതാന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? കേട്ടു, എന്നാലും ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഏഞ്ചൽ. ഇനിയും ചോദിക്കോ കുറച്ചു കഴിയുമ്പോ? മിക്കവാറും ചിലതൊക്കെ ചോദിച്ചറിയേണ്ടി വരും. പറ അനിയ, എന്താ കാര്യം? അനിയനോ? അനിയെന്ന് വെച്ചാ അതായത് നിങ്ങളുടെ സഹോദരിയുടെ ഭർത്താവിന്റെ ഭാര്യ എന്ന് പറയുമ്പോ എന്താ എന്ന് വെച്ചാ ഏഞ്ചലിന്റെ പപ്പയുടെ ഭാര്യയാണല്ലോ ഞാൻ. സാറ എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന്റെ ഭാര്യയാണല്ലോ. മതി, നിർത്ത്. നിങ്ങളോട് ആരാ പറഞ്ഞത് മോളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ? അതെന്തിനാണെന്ന് എനിക്കറിയേണ്ടത്. അത് ശരി, ഇപ്പൊ ഞാൻ ചെയ്തതായോ കുറ്റം? ഒരാപത്ത് സമയത്ത് സഹായിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ഈ പരിപാടി വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഏഞ്ചലിന്റെ പ്രായം എത്രയെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഈ കള്ളക്കളി കണ്ടുപിടിച്ച എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയോ നിങ്ങൾക്ക്? അഹങ്കാരം നിങ്ങൾ കാണിച്ച് ആൾമാറാട്ടോ ഇത്. ഓഹോ, അപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിലായി അല്ലേ? എല്ലാ കുറ്റവും നിങ്ങളുടെ തന്നെയാ. ഈ ചെയ്തതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. പറഞ്ഞു പറഞ്ഞ് എന്നെ അങ്ങ് കള്ളിയാക്കുക അല്ലേ? എന്നാ സാർ ഒരു കാര്യം ചെയ്യും, പോലീസിനെ വിളിച്ച് ഞങ്ങളെ അങ്ങ് പിടിച്ചു കൊടുത്തേരെ. അത് തന്നെയാ ചെയ്യേണ്ടത്. അലകി വേണ്ട, ഇത്രയും ബുദ്ധിമുട്ടുണ്ട. ഞാൻ തന്നെ എല്ലാരെയും വിളിച്ചങ്ങ് പറഞ്ഞേക്കാം, ഈ വന്നിരിക്കുന്നത് സാറയുടെ മോള് ഏഞ്ചൽ അല്ല, എന്റെ മോള് ഇസയാണെന്ന്. വിളിച്ചു പറയേ, വാ വന്ന് പറയേ. എന്നിട്ട് മോളെയും വിളിച്ചോണ്ട് ഈ നിമിഷം ഇറങ്ങിക്കോണേ ഈ വീട്ടിൽ നിന്ന്. സന്തോഷമായി. എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിന്ന് അപ്പച്ചന്റെ അന്ത്യാഭിലാഷമാണ് ഏഞ്ചലിനെ വേണം ഏഞ്ചലിനെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ
എന്റെ മനസ്സങ്ങ് അലിഞ്ഞുപോയി. ഞാനൊരു പാവമായി പോയി. എനിക്ക് ഇത് തന്നെ കിട്ടണം. ഞാനും എന്റെ മോളും അങ്ങ് പോവാ സാറേ. അതെ സാറേ, ഞാൻ ഉള്ളതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞേച്ചങ്ങ് ഇറങ്ങുമ്പോ ഒരു ചോദ്യം ആരെങ്കിലും ഒരാൾ ചോദിക്കും. ആര് പറഞ്ഞിട്ട് ആനി നീ ഇതൊക്കെ ചെയ്തേന്ന്? ഞാൻ ഈ മുഖം അങ്ങ് ചൂണ്ടിക്കാണിച്ചേച്ച് പറയും, ഈ സാറാ എനിക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്നേ. ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ, പെണ്ണാണെന്ന് ഞാൻ നോക്കത്തില്ല, തോന്നിവാസം പറയുന്നു. തല്ലി കൊന്ന് എടുത്ത് വെളിയിലോട്ടിട്. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ആണ്, വട്ടാ എനിക്ക്. അല്ലെങ്കിൽ വല്ലോരുടെയും വിഷമം കണ്ട് മോളെയും കെട്ടി ഒരുക്കി ഞാൻ ഈ പണിക്ക് ഇറങ്ങുമായിരുന്നു. വേണ്ട വേണ്ടെന്ന് എന്റെ മോള് 100 വട്ടം പറഞ്ഞതാ. അപ്പോഴും മാതാവ് കന്യകാമറിയം എന്റെ മനസ്സിലിരുന്ന് എന്നോട് പറഞ്ഞു, ആനി മോളെ, ആ അപ്പച്ചന്റെ അവസാന ആഗ്രഹം നീ ഒന്ന് സാധിച്ചു കൊടുക്കാൻ. കൂടുതൽ അഭിനയിക്കല്ലേ? ഇല്ല, നിർത്തി പോവാ ഞാൻ. ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കത്തില്ല.